സംഗീതം എല്ലാവരിലുമുണ്ട്, സാഹിത്യം എല്ലാവരിലുമുണ്ട്. ജപ്പാന്റെ ഭാഷയിലാണ് കോക്കി. എനിക്ക് 4 ശിഷ്യന്മാരുണ്ടായിരുന്നു ജപ്പാനിൽ. 2008 ആണ് എനിക്ക് മൊഹർശങ്കിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് കിട്ടുന്നത്. ഓണമാണ് വരുന്നത്. ഓണാഘോഷം ഗംഭീരമായിട്ട് ആഘോഷിക്കണം. എല്ലാവർക്കും, എല്ലാ നാട്ടിലിരിക്കുന്ന മലയാളികൾക്കും മറ്റുള്ളവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നമസ്കാരം. ലോകത്തിലുള്ള എല്ലാ ആൾക്കാർക്കും, പ്രത്യേകിച്ച് മലയാളികൾക്കും, നമ്മുടെ ദേശീയ ഉത്സവമായ ഓണാഘോഷത്തിന് എല്ലാവർക്കും, എല്ലാ നാട്ടിലിരിക്കുന്ന മലയാളികൾക്കും മറ്റുള്ളവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നെയ്യാറ്റിൻകര കൃഷ്ണൻ, മുഖർശംഖ് വാദന കലാകാരൻ. കലയും സംസ്കാരവും നമ്മുടെ പാരമ്പര്യമാണ്. ഈശ്വര അംശം തന്നെയാണ് കലകൾ. അകം ബ്രഹ്മാസ്മി തത്വമസി. കാരണം എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുക, എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോകാൻ പഠിക്കുക. ആരും ഒന്നിനും ഭിന്നമല്ല. സംഗീതം എല്ലാവരിലുമുണ്ട്, സാഹിത്യം എല്ലാവരിലുമുണ്ട്, നടനം എല്ലാവരിലുമുണ്ട്, അഭിനയം എല്ലാവരിലുമുണ്ട്. അപ്പോൾ മുഖർശംഖ് എന്നാൽ എന്ത് എന്ന് അറിഞ്ഞൂടാത്തവർ പലതുമുണ്ട്. ഈ മുഖർശംഖ് നമ്മുടെ വാദ്യങ്ങളെ തന്നെ നമ്മൾ ഒരു അറിവിന് വേണ്ടി, നിങ്ങളെ അറിവിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. വാദ്യങ്ങളെ 4ആയി തരംതിരിക്കുന്നു. ഒന്നാമത് തോൽ വാദ്യങ്ങൾ. അത് മൃദംഗം, തബല, കിഞ്ചറ, ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, തിമില, അങ്ങനെ പോകുന്നു തോൽവാദ്യങ്ങൾ. രണ്ടാമത് തന്തിവാദ്യം. ഒരു ചെറിയ കമ്പി കൊണ്ട്, ആ കമ്പി നമ്മൾ കേട്ടിട്ടില്ലേ, പിന്നെ ഒറ്റക്കമ്പി വീണ വായിക്കും, കേട്ടിട്ടില്ലേ? നമ്മുടെ പ്രിയപ്പെട്ട വലിയൊരു കലാകാരിയാണ് വക്കം വിജയലക്ഷ്മി. വക്കം വിജയലക്ഷ്മി ഒറ്റ കമ്പി കൊണ്ടാണ് ആ ഉപകരണം വായിക്കുകയും അതിൽ കൂടെ മധുരമായ പാട്ടുകളും കച്ചേരിയൊക്കെ നടത്തുന്നത്. അപ്പോൾ ഒറ്റക്കമ്പി, അതിൽ തന്നെ വീണ, വയലിൻ, ഗിറ്റാറ്, ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും. അത് തന്തിവാദ്യം. പിന്നെയോ, അപ്പോൾ 2ആയി. മൂന്നാമത് സുഷിരവാദ്യം. സുഷിരവാദ്യം എന്ന് വെച്ചാൽ എന്തെന്ന് ചോദിച്ചാൽ നാദസ്വരം, പുല്ലാങ്, മുള, മുളയെ ചുംബിച്ച് മുരളിയായി മാറ്റിയ ആ കണ്ണൻ്റെ, ആ ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ ഒരു മുളം തണ്ടിനെ ആണ് ഇത്രയും മധുരമായി ഈ കേൾക്കാനുള്ളൊരു സന്ദർഭം അദ്ദേഹമാണ് നമുക്കൊക്കെ കാണിച്ചു തന്നത്. അപ്പോൾ ആ മുരളി എന്ന് പറയുന്ന സുഷിരവാദ്യമാണ്, ആ മുളയിലുണ്ടാക്കിയ വാദ്യമാണ്. പുല്ലാങ്കുഴൽ, പിന്നെ നാദസ്വരം, മുഖവീണ, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പം 3ആയി, സുഷിരവാദ്യമായി. അടുത്ത് ഘനവാദ്യം. ഘനവാദ്യമാണ് ചേങ്ങല, ഇലത്താളം, മുഖർശംഖ്. മുഖർശംഖ് അതിൽപ്പെടും, ജാൽറ, അതെല്ലാം ഘനവാദ്യത്തിൽപ്പെടും. പക്ഷെ അത് മുഖർശംഖ് ഈ ശ്രുതിവാദ്യമായിട്ട് പറയപ്പെടുന്നു. കാരണം അതിൻ്റെ നാദം ശ്രുതി ചേർത്ത് വായിക്കുക. ശ്രുതിമാതാലയ പിത, അപ്പോൾ ശ്രുതി ചേർത്ത് വായിക്കുന്ന മുഖർശംഖ് ഘനവാദ്യത്തിലാണ് പെടുന്നത്. എന്നാൽ അതിനെ ശ്രുതിവാദ്യമെന്നും ചിലവരും തന്തിവാദ്യം എന്നൊക്കെ പറയും. അപ്പോൾ ഘനവാദ്യത്തിലാണ് ഇത് പെടുന്നത്. എന്നാൽ മുഖർശംഖ് എത്ര തരമുണ്ടെന്ന് കേട്ടാൽ മുഖർശംഖ് വളരെ കൂടുതൽ, പല രാജ്യങ്ങളിലും മുഖർശംഖുണ്ട്. ഞാൻ കാണിക്കാം. ജപ്പാൻ, അമേരിക്ക, ഫ്രാൻസ്, ഇറ്റലി, തായ്ലാൻഡ്. നമ്മുടെ ഭാരതത്തിൻ്റെ ദേശീയവാദ്യം ഏതെന്ന് ചോദിച്ചാൽ വീണ. ബ്രിട്ടൻ്റെ ദേശീയവാദ്യം എന്ന് ചോദിച്ചാൽ വയലിൻ. അപ്പം അതേപോലെ മുഖർശംഖ് എന്ന് പറയുന്ന ദേശീയവാദ്യമുള്ള ഒരു രാജ്യമുണ്ട്, മംഗോളിയ. നിങ്ങൾക്ക് നോക്കാം, അതിൽ രണ്ട് കമ്പിയാണ് മുഖർശംഖ്. മുഖർശംഖിൻ്റെ പാഠപുസ്തകവും സിലബസും ഒക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ദേവസ്വം ബോർഡും ഗവൺമെൻറ്റും ഒക്കെ അംഗീകരിച്ചിട്ടുണ്ട്. കൂടാതെ 2008 എനിക്ക് സംസ്ഥാന സർക്കാർ ആദ്യമായി മുഖർശംഖിന് ഒരു പുരസ്കാരം തരണം എനിക്കാണ് തന്നത്.
മുഖർശംഖ് ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുമ്പ് മുഖർശംഖ് എന്ന് ഉള്ള ഇൻസ്ട്രുമെൻ്റ് ജസ്റ്റ് ഒന്ന് അതിൻ്റെ കുടം അതെങ്ങനെയാണത് വരണത്, പിന്നെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മുഖർശംഖ്. ഇത് കുടം. ഇത് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് പതുക്കെ തട്ടി നോക്കി വൈബ്രേഷൻ ഉണ്ടാവും. ഈ കുടം വച്ചിട്ട് തണ്ട ഇവിടെ ഒരു ചെറിയൊരു വെട്ടുണ്ട്. ഈ വെട്ടിൻ്റെ അകത്തോടെ നമ്മൾ ഇങ്ങനെ കയറ്റും, തട്ടും. ഇത് ഇവിടെ വെച്ച് ഒടിയാൻ സാധ്യതയുണ്ട്. കാരണം വായിച്ച് വരുമ്പോൾ അതിന് മുഖർശംഖ് ഒരു 3-4 മുഖർശംഖ് ഒരു കച്ചേരിക്ക് ശ്രുതി ചേർത്ത് വയ്ക്കണം. എങ്കിൽ മാത്രമേ, ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് മുഖർശംഖ് ഉണ്ടാക്കുന്നതും മുഖർശംഖിൻ്റെ ആകൃതി ഇതാണ്. ഇത് കുടം. ഇതിനെ രാവി കൃത്യമായി ഇതൊക്കെ ചെയ്ത് കുറേ തട്ടി നോക്കി ശ്രുതി ചേർത്ത് എടുക്കണം. ഇത് കണ്ടാൽ നിങ്ങൾ ഒരിടത്തും കാണില്ല, കുഞ്ഞു മുഖർശംഖാണ്. കുറച്ചുകൂടെ നീളം കുറവാണ്, എന്നാലും ഇതും ഞാൻ വായിക്കുന്നത് എല്ലാം പരിചയപ്പെടുത്തിയ ശേഷം വായിച്ച് കേൾപ്പിച്ച് തരാം ഓരോന്നായിട്ട്. ഇത് ജൂയിഷ് ഹാർപ്പ്, അമേരിക്കൻ മുഖർശംഖ്. അതും ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം, ഓരോന്നായിട്ട് വായിച്ച് കേൾപ്പിച്ചു തരാം. ഇത് അമേരിക്കയിൽ നിന്ന് വാങ്ങിച്ച മുഖർശംഖാണ്. ഇത് നിങ്ങൾ അപൂർവമായിട്ടെന്നോ, ഇത് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിബ്ബാണിത്. പേന മഷി മുക്കി നമുക്ക് എഴുതാൻ സാധിക്കും. പക്ഷേ ഇത് മുഖർശംഖാണ്. ഇതിൽ നമ്മുടെ ക്ലാസിക്കൽ മ്യൂസിക് ഇതിൽ ഉള്ള ചൊല്ലുകൾ, ഇന്ത്യൻ ക്ലാസിക്കലായിട്ടുള്ള കച്ചേരിക്ക് നമ്മൾ വായിക്കുന്ന ഋതം എല്ലാം ഇതിൽ വായിക്കാൻ സാധിക്കും. ഇത് മുക്കുടി എന്ന് പറയും. മുള മുഖർശംഖ്, മുക്കുടി, തായ്ലാൻഡ്. മുള മുഖർശംഖ്, മുക്കുടി, തായ്ലാൻഡ്. ജപ്പാൻ മുഖർശംഖ്, ജപ്പാൻ. ഇത് ജയസാൽ. ഇത് പിച്ചള കൊണ്ടുണ്ടാക്കിയ മുഖർശംഖാണ്. ഇത് നമ്മൾ അങ്ങനെ വായിക്കാൻ പറ്റില്ല. ഈ കുടം പിച്ചളയാണ്ട് വായിക്കാൻ പറ്റിയില്ല. വായിക്കാം, അതിൻ്റെ നാദം വരില്ല വലുതായിട്ട്. അപ്പോൾ ആദ്യം ഇപ്പം ഞാനൊരു ചൊല്ല് പറയാം. ഇപ്പം നമ്മൾ ആദ്യം ത തി ധും നം മൃദംഗം വായിക്കുന്ന ചൊല്ലാണ്. ഇതിനെ മുഖർശംഖിൽ തക്ക, ധീമി, തക്ക, ജണ്ണു പറയാം. അതേപോലെ തന്നെ പെരട്ട് ചൊല്ല് ഓരോന്ന് പഠിച്ച് വരുമ്പം നമ്മൾ വായിക്കുന്ന ഒരുപാട് ചൊല്ലുണ്ട്. താ താ താ, തീ തീ തീ, ദും ദും ദും, നം നം നം. ഇങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് പഠിച്ച് തത്തരികട ദിത്തരികട ദും തരികട നം തരികട തത്തരികട ദിത്തരികട ദും തരികട നം തരികട, ഇങ്ങനെയൊക്കെ നമുക്ക് ആ ചൊല്ലുകളൊക്കെ ഓരോ പാടൊക്കെ ഇട്ടപ്പം ആദ്യതാണ് ഞാൻ പറയാം. താ തീ ദും നം, താ തീ ദും നം, തദ്ദിദ്ദന്നം 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 ഇങ്ങനെ പറയാം. തക്കിട്ട തക്ക ദീൻ ദിൻ ദദ്ദീം, തത്തക്കിട്ട തക്ക ദിൻ ദിൻ ദദ്ദീം, തക്കിട്ട തക്ക ദിൻ ദിൻ ദദ്ദീം, തത്തക്കിട്ട തക്ക ദിൻ ദിൻ ദദ്ദീം, തക്കിട്ട തക്ക ദിൻ ദിന്ന, തത്തക്കിട്ട തക്ക ദിൻ ദിന്ന, തക്കിട്ട തക്ക തത്തക്കിട്ട തക്ക തദ്ദി കിട്ടക്കും ത, തദ്ദി കിട്ടക്കും തദ്ദി കിട്ടക്കും ത, തദ്ദി കിട്ടക്കും തദ്ദി കിട്ടക്കും തദ്ദി കിട്ടക്കും തദ്ദി കിട്ടക്കും തദ്ദി കിട്ടക്കും തദ്ദി കിട്ടക്കും ത. ഇത് ഞാനൊരു ചൊല്ലിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇത് വായിച്ച് കേൾപ്പിച്ചു തരാം. കാരണം ഇപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് താളം ഇടാൻ പറ്റുന്നില്ല. വേറൊരാളുടെ താളത്തിൽ വേണം ഞാൻ വായിക്കാൻ. അപ്പം നിങ്ങൾ താളം ഇട്ടു, ഞാൻ വായിച്ചു, അത്രയേ ഉള്ളൂ. അപ്പം പല രീതിയിൽ വായിക്കും. ഇതിൽ തന്നെ നേരത്തെ മെയിലും ഫീമെയിലും ഉണ്ട്. ഈ പുരുഷന്മാർ പാടുന്ന സ്തുതിയുണ്ട്. മുക്കാക്കെട്ട, അരക്കെട്ട, ഒരു കെട്ട, 1.5, 2 കെട്ട, 2.5 ഒക്കെ പാടുന്ന പുരുഷന്മാർ. സ്ത്രീകൾ 3 കെട്ട മുതൽ
അങ്ങോട്ട് അവർ ഉണ്ട് 5.5. അതൊക്കെ കുറച്ചുകൂടെ ഈ രണ്ടിൻ്റെ നാദം ഇപ്പം ഇന്ന് നോക്കിക്കൊള്ളണം. ഈ നാദമാണ് അയക്കുമ്പോൾ. മറ്റത് കുറച്ചുകൂടെ ഉയർന്ന് കേൾക്കും. അത് ഞാൻ ഇപ്പോൾ വായിച്ച് കേൾപ്പിച്ചുതരാം. ഇതിപ്പോൾ വായിച്ച് കേൾപ്പിച്ചുതരാം. 3 ഘട്ട ശ്രുതിയാണ്. കുറച്ചുകൂടെ 3 ഘട്ട ശ്രുതി. ടിത്താങ്കിട ദിഗിതക തരികിട ദീം ദിന്നത്താങ്കിട ദിഗിതക തരികിട ദീം ടിത്താങ്കിട ദിഗിതക തരികിട ദിന്നത്താങ്കിട ദിഗിതക തരികിട തദ്ദീം തത്തിക്കിട്ടക്കും തദ്ദി തത്തിക്കിട്ടക്കും തദ്ദി തത്തിക്കിട്ടക്കും ടിത്താങ്കിട ദിഗിതക തരികിട ദീം ദിന്നത്താങ്കിട ദിഗിതക തരികിട ദീം ടിത്താങ്കിട ദിഗിതക തരികിട ദിന്നത്താങ്കിട ദിഗിതക തരികിട തദ്ദി തത്തിക്കിട്ടക്കും തദ്ദി തത്തിക്കിട്ടക്കും തദ്ദി തത്തിക്കിട്ടക്കും ടിത്താങ്കിട ദിഗിതക തരികിട ദീം ദിന്നത്താങ്കിട ദിഗിതക തരികിട ദീം ടിത്താങ്കിട ദിഗിതക തരികിട ദിന്നത്താങ്കിട ദിഗിതക തരികിട തദ്ദി തത്തിക്കിട്ടക്കും തദ്ദി തത്തിക്കിട്ടക്കും തദ്ദി തത്തിക്കിട്ടക്കും താ. ഞാൻ താളമിട്ട് പറഞ്ഞു. ഞാൻ ഇപ്പോൾ വായിക്കും, നിങ്ങൾ താഴണം. 3 ഘട്ട ശ്രുതിയാണേ. വേണമെങ്കിൽ നിങ്ങൾക്ക് സംശയമുള്ള ശ്രുതി ബോക്സ് വെച്ച് നിങ്ങൾക്ക് നോക്കാം ഇത് 3 ഘട്ടയാണോ എന്ന്. കറക്റ്റായിരിക്കണം. ശ്രുതി മാതാ ലയപിത ശ്രുതി കറക്റ്റ് ചേർന്ന് വായിക്കണം. അത് ശ്രുതി ചെയ്യുന്ന പാടണം. സമ്മതിച്ച് 3 ഘട്ട ശ്രുതി ചൊല്ല് ഞാൻ പറഞ്ഞു. ഇപ്പോൾ അതേ ചൊല്ല് ഞാൻ വായിച്ചു, നിങ്ങൾ താളമിട്ടു. അടുത്ത് കുറച്ചുകൂടെ ഹൈ പിച്ചിലുള്ളൊരു ശ്രുതി, അത് വായിക്കാം. 1 2 3 4 തത്തി തകദിനതോ തകദി തകദിനതോ തത്തി തകദിന തകദി തകദിനതോ കിട്ട തകജൊന്നു കിട്ട തകജൊന്നു കിട്ട തകജൊന്നു തത്തി തകദിനതോ തകദി തകദിനതോ തത്തി തകദിന തകദി തകദിനതോ കിട്ട തകജൊന്നു കിട്ട തകജൊന്നു കിട്ട തകജൊന്നു തത്തി തകദിനതാം തകദി തകദിനതാം തത്തി തകദിന തകദി തകദിനതോ കിട്ട തകജൊന്നു കിട്ട തകജൊന്നു കിട്ട തകജൊന്നു. ഞാൻ പറഞ്ഞേ താളം ഇടണേ. താളം ഇടാതിരിക്കരുത്. കാണുന്നവർ താളം ഇടണം, ഇട്ടേ പറ്റൂ. അത് ചുമ്മാ ഒരു പൊടിക്കൈ. ഇത് തന്നെ പല രീതിയിൽ വായിക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ ആദ്യ താളത്തിൽ കുറച്ച് അതുപോലെ ഖണ്ഡജായ്പ്, മിശ്രജായ്പ്, പിന്നെ ഇങ്ങനെ വായിക്കാനുണ്ട്. താളം ഒരുപാട് ചേഞ്ച് ചെയ്ത് വായിക്കും. തക്കത്തക്കിട്ട 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 ദിന്ദിം തക്കത്തക്കിട്ട 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 ദിന്ദി തത്തതോം തത്തിക്കിട്ട കുട്ട തക്കിട്ടത്തോം തത്തിക്കിട്ട കുട്ട തത്തതോം തതിക്കിട്ടക്കും തക്കിട്ടത്തോം തതിക്കിട്ട കുട്ടാങ്കു തത്തിങ്കിട്ട കുട്ടാങ്കു തത്തിങ്കിട്ട കുട്ടാങ്കു തതിങ്കിട്ട കുട്ട. ഇത് ഖണ്ഡനട എന്ന് പറയും. അത് വായിക്കാം. ഇതിൽ വായിക്കാം. ഹൈ പിച്ച് ആയിട്ടുള്ളവർ വായിക്കാം. ഒന്നരയിൽ തിസ്രം വായിക്കും. 1.5 കട്ടയിൽ തിസ്രം വായിക്കാം. തിസ്രം ആദ്യം ഒന്ന് പറയാം. തിസ്ര നട തക്കിട്ട 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 തക്കിട 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 തക്കിട്ട 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 തക്കിട 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 നീങ്കു തക്കിട താങ്കു തക്കിട
ദീങ്കു തക്കിട താങ്കു തക്കിട ദീങ്കു തക്കിട താങ്കു തക്കിട ദീങ്കു തക്കിട താങ്കു തക്കിട ദീങ്കു തക്കിട നക്കതകതിന താങ്കു തക്കിട താങ്കു തക്കിട താങ്കു തക്കിട ദീങ്കു തക്കിട താങ്കു തക്കിട ദീങ്കു തക്കിട താങ്കു തക്കിട ദീങ്കു തക്കിട താങ്കു തക്കിട 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 ദീങ്കു തക്കിട താങ്കു തക്കിട ദീങ്കു തക്കിട താങ്കു തക്കിട ദീങ്കു തക്കിട താങ്കു തക്കിട 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 ദീങ്കു തക്കിട നക്കതകതിന താ ദീങ്കു തക്കിട നക്കതകതിന 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 ദിന്തതി ദീങ്കു തക്കിട നക്കതകതിന ദിന്തതി ദീങ്കു തക്കിട നക്കതകതിന ദിന്തതി താക്കുതി കിക്കി നാക്കുതും കുതത്തി കിട്ടക്കും തതികിടത്തും 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 താ ചില പൊടിക്കൈകളൊക്കെ ഉണ്ട്. ഇപ്പം ഒന്ന് കാണിച്ചു തരാം. കച്ചേരിക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നത് അത് അങ്ങനെ നിയമം അനുസരിച്ച്, കാരണം കച്ചേരിക്ക് ഒരു റൂളുണ്ട്, അതനുസരിച്ച് അങ്ങനെ വായിക്കാൻ പാടില്ല. എന്നാലും ഒരു സന്തോഷം, ഒരു തമാശ, തനിയാവർത്തനം വായിക്കും. മൃദംഗം, ഘടം, മോർശങ്ക്, ഇങ്ങനെ തനിയാവർത്തനം വായിക്കും. ഓരോരുത്തർ സെപ്പറേറ്റ് അവരൊരു വായിക്കുമ്പോൾ അവരൊരു ഒരു ഒരു സന്തോഷം. നമുക്കെപ്പോഴും സംഗീതവും സാഹിത്യവും സംഗീതം കലകളൊക്കെ ഈ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനാണ്. അവർക്കൊരു എന്താ പറയണ്ടേ, ഭക്തിമാർഗം ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു എന്താ ലാളന ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു എന്താ കാരുണ്യം ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ ദയ ഉണ്ടാവാം. അങ്ങനെ ഈ സംഗീതത്തിനും കലകൾക്കൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. മറ്റുള്ളവരെ ആകർഷിക്കാൻ ഏത് രീതിയിൽ അവരെ സന്തോഷിപ്പിക്കാം, ആ രീതിയിലാവണം കലയായിരുന്നാലും സംഗീതമാണ്. ദീപാരാധന സമയത്ത് കുട്ടിപ്പാട ഭവന നിവേദ്യ കുട്ടിപ്പാടി സേവ നടത്തുന്നില്ലേ, അത് സന്തോഷിപ്പിക്കാനാണ്. അപ്പം സംഗീതം കൊണ്ട് നമുക്ക് എല്ലാവരെയും സംഗീതമായിരുന്നാലും കലയാതെല്ലാം മറ്റുള്ളവർക്ക് നമ്മൾ അത് പകർന്നു കൊടുക്കുകയല്ല, അവരെ സന്തോഷിപ്പിക്കുക സംഗീതം കൊണ്ട്. ഇപ്പം വൈബ്രേറ്റ് ചെയ്തിടാം. അങ്ങനെ പല രൂപത്തിൽ ഇതിൻ്റെ അങ്കുശാദി പ്രകരണ ലളിതാസഹസ്രം അങ്കുശം നമ്മുടെ മൂലാധാരത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നാഭി ഖണ്ഡരചന, മൂലാധാരം നാഭിന്നും ഖണ്ഡത്തിൽ നാഭി ഖണ്ഡരചന, അത് ആ വാക്ക് പാട്ട് നമുക്ക് ഇതെല്ലാം ദൈവികമാണ് സത്യം. ഇത് നിബ് മോർശങ്കൻ ആദ്യം കാണി, നിബിൽ ഉള്ള മോർശങ്ക അത് ഞാൻ വായിച്ചു കഴിയുമ്പം തത്തി തകദിനതോ തകതി തകദിനതോ തത്തി തകദിന തകതി തകദിന ദൊങ്കിട്ട തക്കജൊണ്ണു ദൊങ്കിട്ട തക്കജൊണ്ണു ദൊങ്കിട്ട തക്കജൊണ്ണുതാം. അത് ഞാൻ വായിച്ചു കേൾപ്പിച്ചിടാം. അത് നോക്കിക്കൊള്ളേ. എല്ലാം കണ്ടല്ലോ. ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ പറയട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും, നിങ്ങളുടെ മക്കൾക്കോ കുട്ടികൾക്കോ ആർക്കെങ്കിലും മൊകർശങ്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരിക. നമ്പർ ഈ ചാനലിൽ അവർ കൊടുക്കും. അപ്പം വരിക. നിങ്ങൾ ഫീസൊന്നും തരണ്ട, നിങ്ങൾ വായിച്ചാൽ മതി ഈ കല. കാരണം അന്യം നിന്നും ഇപ്പം തന്നെ ഒരു 22 ശിഷ്യന്മാരുണ്ട്, 10-22 ശിഷ്യന്മാരുണ്ട്.
ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ അപൂർവമായിട്ട് 1-2 പേര് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിനൊരു സന്തോഷമുണ്ട്. എനിക്ക് 10-22 ശിഷ്യന്മാരുണ്ട്. അല്ല എൻ്റെ ഗുരുനാഥൻ്റെ അനുഗ്രഹം, PT വെങ്കടാചലം സ്വാമിയുടെ അനുഗ്രഹമാണ് എന്തെങ്കിലും ഒന്ന്. മാത്രമല്ല എൻ്റെ അച്ഛൻ കാട്ടാക്കട ഗോവിന്ദമേദ്യൻ, അമ്മ രുക്മിണി അമ്മ, അവരുടെയും അനുഗ്രഹമാണ്. അമ്മയുടെ വയറ്റിൽ പിറന്നതുകൊണ്ടാണല്ലോ എനിക്ക് ഈ ഭൂമിയിൽ ജനിക്കാൻ പറ്റി. അതിന് അച്ഛനുണ്ടായിരുന്നു. അച്ഛനും കോടി പുണ്യ നമസ്കാരം, എൻ്റെ അമ്മയ്ക്കും നമസ്കാരം, എൻ്റെ ഗുരുനാഥന്മാർക്ക് എല്ലാവർക്കും നമസ്കാരം. അമേരിക്കയിലെ മുഹർഷം കൊണ്ട് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഉണ്ടല്ലോ, ആ സിനിമയിൽ ഈ പഴയകാല സിനിമയിൽ ഒരു ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ട് ആ മ്യൂസിക്കിന് ഇത് ഉപയോഗിക്കാറുണ്ട്. ഞാൻ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത് അപ്പം അമേരിക്ക, അടുത്ത് ജപ്പാനിൻ്റെ പേരെന്തെന്നറിയാമോ? കോക്കിങ്. ജപ്പാനിൻ്റെ ഭാഷയിലാണ് കോക്കി. ഇനി 4 ശിഷ്യന്മാരുണ്ടായിരുന്നു ജപ്പാനിൽ. തൊമോക്കി തൊമോമി, ചിൻഡത്തോ, ഷൂജി ഒക്കാമോ, വേറൊരാളൂടെ ഉണ്ട്, പേര് ഓർമ്മ. അങ്ങനെ 4 പേര് ശിഷ്യന്മാരുണ്ടായിരുന്നു. കോക്കിൻ. പക്ഷെ ഇതിൽ ചൊല്ലി ഞാൻ വായിച്ചു ചെയ്യാൻ നമ്മളെ ചൊല്ലൊക്കെ ഞാൻ ഇതിൽ വായിക്കും. ഇപ്പം നമുക്ക് വായിച്ച് ചൊല്ലാതെ തത്തിത്താം തത്തിക്കിട്ടക്കും തിത്താം തത്തിക്കിട്ടക്കും താം തത്തിക്കിട്ടക്കും 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 താങ്കും തിങ്കിട്ടക്കും 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 തത്തം ഞാൻ വായിച്ചും. കാരണം നഗുമോ ഗരിസ ഗരിസനി ധരിസ ഗരിസനി ദസ ഗരിസനി ധരിസനി ദപ ഗരി ഗരിസനി ധരിസ ഹരിസനി ദപ സനി സനി ത നഗുമോ. ഇന്ന് അത് ഇത് കറക്റ്റായിട്ട് വരും. രണ്ടായിരത്തി 2008 ആണ് എനിക്ക് മുഹർശങ്കിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് കിട്ടുന്നത്. പിന്നെ ദേവസ്വം ബോർഡിൻ്റെ തത്വമസി പുരസ്കാരം, അത് ദാസേട്ടൻ, ജയവിജയം ചേട്ടൻ, പിന്നെ വെട്ടിക്കാട് ശശികുമാർ, പിന്നെ ഡോക്ടർ ഓമന ടീച്ചർ, ഇങ്ങനെ കുറച്ച് പേർക്ക് കിട്ടി. അതിൻ്റെ കൂട്ടത്ത് അന്ന് ഞാൻ വളരെ ചെറുപ്പമായിരുന്നു. എനിക്കും അന്ന് പുരസ്കാരം കിട്ടി, തത്വമസി പുരസ്കാരം അയ്യപ്പസ്വാമിയുടെ. അങ്ങനെ ഇന്ദിരാഗാന്ധി പുരസ്കാരം, പിന്നെ നിരവധി പുരസ്കാരങ്ങളും അനുഗ്രഹങ്ങളും എല്ലാവരിൽ നിന്നും കിട്ടുന്നുണ്ട്. അത് വളരെ സന്തോഷമാണ്. ഞാൻ ഒന്ന് മാത്രം പറയാം, ഈ നിങ്ങൾ കാണുന്ന ഈ ചാനലിൽ കൂടെ കാണുന്ന ഈ പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങളെ മനസ്സ്, നിങ്ങളും ഞാനും ഒന്നായിത്തീരണം. കാരണം ഈ ഈശ്വരൻ ഈ കാണുന്ന നിങ്ങളെയും എന്നെയും ലോകത്തുള്ള സർവചരവും ഒന്ന് തന്നെയാണ്. അത് എല്ലാ ജീവനും നിങ്ങളൊന്നും കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരും എൻ്റെ ഗുരുജനങ്ങളും വിദ്യാർത്ഥികളും എനിക്കൊന്നേ പറയാനുള്ളൂ. ഒരു മുൾച്ചെടിയായിരുന്നാലും നിങ്ങൾ ആ മുൾച്ചെടിയുടെ അടുത്ത് പോയി 10 ദിവസം നന്നായിരിക്കുന്നു, ചെടി ഇതിലൊക്കെ മുള്ളുണ്ടെങ്കിലും അതൊന്നും പ്രശ്നമില്ല. നിങ്ങൾ നന്നായിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് വളരണു, അല്ലെങ്കിൽ നിങ്ങൾ നന്നായിരിക്കുന്നു, നിങ്ങൾക്ക് നല്ലത് വരും. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. 1 മാസം കഴിയുമ്പോൾ നിങ്ങൾ അവിടെ അടുത്ത് ചെല്ലുമ്പോൾ ആ ചെടി, ഏത് ചെടിയാവട്ടെ, ആ ചെടി ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ കാണുമ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചിലപ്പം നമ്മൾ തെറ്റിദ്ധരിക്കും, കാറ്റ് ആയിക്കോട്ടെ, പക്ഷെ അതിനുകൊണ്ട് ഒരു ജീവൻ. ഇത്രയും വർഷം ജീവിക്കുന്ന നമുക്ക് എത്ര വലിയ അനുഗ്രഹമാണ് അദ്ദേഹം തന്ന് ചിന്തിക്കണം. ഓണമാണ് വരുന്നത്, ഓണാഘോഷം ഗംഭീരമായിട്ട് ആഘോഷിക്കണം. വളരെ സന്തോഷമായിട്ട് ചെയ്യേണ്ട എൻ്റെ ഒരു സന്ദേശം, നിങ്ങൾ എവിടെ ഇരുന്നാലും ശരി, ഏത് ദേശത്തിരുന്നാലും ശരി, നിങ്ങളുടെ അച്ഛനമ്മമാരെ ചെന്ന് കാണണം.
മുതിർന്നവരെ ചെന്ന് കാണണം, അവരനുഗ്രഹം വാങ്ങിക്കണം. അത് മാത്രമാണ് എൻ്റെ ഓണാഘോഷ സന്ദേശം. നിങ്ങൾക്കെല്ലാം എല്ലാവർക്കും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ കടാക്ഷം ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ലതും നന്മയും ഉണ്ടാകട്ടെ. എല്ലാവരുടെ മനസ്സിലും കാരുണ്യത്തിൻ്റെയും ദയയുടെയും മനസ്സുണ്ടാകട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ശാന്തിയും സമാധാനവും എന്നും നിലനിൽക്കട്ടെ ലോകത്തിൽ. നമസ്തേ.